ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചണ്ഡീഗഡിലെ മറ്റൊരു മാർക്കറ്റിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ശാസ്ത്രി മാർക്കറ്റിലെ വിശേഷങ്ങൾ പങ്കുവച്ചായിരുന്നല്ലോ. നമ്മൾ ഇന്ന് ചണ്ഡീഗഡിലെ വേറൊരു മാർക്കറ്റിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ശാസ്ത്രി മാർക്കറ്റിലാണെങ്കിൽ വസ്ത്രങ്ങൾക്കും മറ്റു സാധനങ്ങൾക്കായിരുന്നു വിലക്കുറവ്. പക്ഷെ നമ്മൾ ഇന്നിവിടെ പച്ചക്കറികൾക്കൊക്കെ വില കുറവുള്ള ഒരു മാർക്കറ്റിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്ജി മാർക്കറ്റിലെ വിശേഷങ്ങൾ കാണാം. ഗൈസ്, ഇതൊരു രാത്രികാല ചന്തയാണ്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച മാത്രമാണ് ഈ ചന്ത പ്രവർത്തിക്കുന്നത്. രാത്രിയൊക്കെ ആയതൊരു ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ? ഈ ലൈറ്റ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഉത്സവത്തിൻ്റെയൊക്കെ പ്രതിയൊക്കെ തോന്നുന്നില്ലേ? പിന്നെ ഇവിടെ നിലനിൽക്കുന്നത് ഈ പ്രകാശമാണ്. ഈ സ്റ്റാളിൻ്റെ മുമ്പിൽ വെച്ചുള്ള നല്ല ഈ വോൾട്ടേജുള്ള ഈ ലൈറ്റുകളൊക്കെ പച്ചക്കറിൽ വന്ന് തട്ടുമ്പോഴുണ്ടാകുന്ന ആ പ്രതിഫലനം ഈ ചന്തയെ വളരെയധികം മനോഹരമാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു ചന്ത കാണാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. ഏകദേശം 1 ഏക്കറിലെങ്കിലും നിലനിൽക്കുന്ന ഒരു ചന്തയാണിത്. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിക്കുന്ന മാർക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ബൾക്കായിട്ട് വാങ്ങാറാണ് പതിവ്. നമ്മളും അങ്ങനെ വാങ്ങാറാണ് പതിവ്. പിന്നെ എല്ലാ സ്റ്റാളുകളുടെ മുകളിലായിട്ട് മേൽക്കൂരയായിട്ട് ടാർപ്പയൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് നല്ല മഞ്ഞുള്ള ടൈം ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടെ കൂടുതലും ഇലക്കറികളാണ് ഇവിടെ കിട്ടുന്നത്. എന്നാൽ ബാക്കിയുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ പച്ചമുളകിന് നമ്മൾ 250 ഗ്രാമിന് 20 രൂപയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ പക്ഷെ 1 കിലോയ്ക്ക് ഇത് 30 രൂപയ്ക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. ഇതാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ബൾക്കായിട്ടൊക്കെ പച്ചക്കറികളൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ലാഭം കിട്ടാറുണ്ട്. പിന്നെ നല്ല രീതിയിൽ ഈ വില പേശാനൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറിയൊക്കെ നല്ല വിലക്കുറവിൽ കിട്ടും. ആൾക്കാരൊക്കെ വില പേശുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഈ തണുപ്പായതുകൊണ്ട് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വരാറാണ് പതിവ്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ നല്ല വെറൈറ്റി പച്ചക്കറികളും പഴങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നോക്കൂ ഗൈസ്, എന്ത് രസമാണ് ഈ പച്ചക്കറികളൊക്കെ നിരത്തി വെച്ചേക്കുന്നത് കാണാൻ. നമ്മുടെ നാട്ടിൽ ഇതിന് സമാനമായ ഒരു പച്ചക്കറി മാർക്കറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് മുൻപോട്ട് പോയി ഒരു ഓറഞ്ച് കടയിൽ കയറി. അങ്ങനെ ആ കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ പയ്യൻ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് യൂട്യൂബിൽ ഇടാനാണോ ഇൻസ്റ്റഗ്രാമിൽ ഇടാനാണോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിലൊക്കെ ഇടുമോ എന്ന് ചോദിച്ച് ഇടാമെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ നമ്മളുടെ ചാനലിൻ്റെ നെയിമൊക്കെ ചോദിച്ച് അപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്തു. അങ്ങനെ ആ കടയിൽ നമ്മൾ 1 കിലോ ഓറഞ്ചൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ക്വാർട്ടേഴ്സിലേക്ക് പോകാനുള്ള ശ്രമം തുടങ്ങി. അങ്ങനെ നമ്മൾ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന ഇച്ചിരി ടാസ്ക് ആണ്. അത്രയ്ക്ക് നല്ല തിരക്കുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ നോക്കുകയാണ്. ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ട്രാക്ക് സ്യൂട്ട് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശാസ്ത്രി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ നമ്മൾ എങ്ങനെയോ മാർക്കറ്റിൻ്റെ വെളിയിലെത്താറായി. ഇവിടെ എത്തിയപ്പോൾ തണുപ്പിന് ഡ്രസ്സൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. നമ്മൾ ചെറുതായിട്ട് ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി. പക്ഷെ നമ്മൾ നേരത്തെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. നമ്മൾ ഇന്ന് നമ്മുടെ എയ്തറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി തണുപ്പാണ് സ്കൂട്ടറിൽ പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ. So far away from me, you said you're running for me.